അതിന് താങ്ക് യു എല്ലാവരും വന്നതിന്. നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ആണ് നിങ്ങളെല്ലാവരും കൂടിയിരിക്കുന്നത്. അതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 24-ാം തീയതി മെയ് 24-ന് റിലീസാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങളും മറുപടി പറയാനും വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ചോദിക്കാം. വിജയുടെ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്ത് വയ്ക്കുന്ന പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് പറയാം, അതിൻ്റെ ഒരു ജോയ്. 30 വർഷം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തീരം ഗണപതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട് നീ നേരെ ചോദിച്ചു. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി ഒന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതം ആവിയതാണെന്ന് അറിഞ്ഞു. കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ജസ്റ്റ് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളിലൊക്കെ തന്നെ കുറേ കൂടി പോലീസായിട്ട് അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പൂഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. അപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾക്കുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് കയറാൻ അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ട്, ഇത് ചെറിയ കാര്യമല്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സമയത്ത് ചേച്ചി കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടെ ക്ലിയർ ആയില്ല. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സിനിമയുടെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ
വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പോൾ അത് വിജയേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് ഇപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്കൗട്ടായിട്ട് ആക്ച്വലി അയാളെ ഇതിന് വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഒരു ക്ലീഷയായിട്ട് കുറേ ആൾ അതിൽ നിന്ന് മാറിയുന്നുണ്ട്. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗരിക്കുമ്പോൾ ഞാനും ആശയമായിട്ട് ചെയ്തതിന് ശേഷമാണ്. പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലത് ഒഴിവാക്കാൻ തോന്നും. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട്. അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി അധികം ബോധങ്ങളായിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ഞാൻ ട്രെയിലർ വന്നപ്പം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല ആക്ച്വലി. ഇതൊരു പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്നേ ഉള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, തറോ ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. എല്ലാ ഒരു സീനിൽ നടത്ത സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം. ഇപ്പോ ചില ആക്ടേഴ്സ് പോലീസ് റോള് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക്. ഇപ്പോൾ സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാക്കി സട്ടയൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫിയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. ആസ്മിക, മലയാളികളുടെ യൂത്ത് ഐക്കണായിട്ടുള്ള യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടികൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പോൾ ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവൻ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. ഈ അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പം ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ ഈ സിനിമയിലും അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്ത് പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം.
കരിക്കുമ്പള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ട പറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ആസിഫ് എന്ന് പറയുന്നത് ജിസ്റ്റോയെ സംബന്ധിച്ച് ഒരു ലക്കി ചാമാണോ, അതുകൊണ്ടാണോ ഈ സിനിമയിൽ? അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ളൊരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ട്രെയിലറൊക്കെ കാണുമ്പോൾ ചേച്ചി ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത് വെച്ചതിൽ ഈ ക്യാരക്ടർ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം കഥ പറയില്ല അല്ല, ഒരു ദിവസം എനിക്ക് അങ്ങനെ ശീലമില്ലാത്തതിൻ്റെ ആയിരിക്കും, നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എൻ്റെ ബീച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ ഒരു 30 വർഷം അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം പിന്നെന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഇവരുടെയൊക്കെ കൂടെ ബീജേപിന്റെയും ആസ്മിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റേന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അനുജേട്ടൻ്റെ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ടെർബോയുടെ റിലീസ് ഉള്ളതുകൊണ്ട് ഈ സിനിമ മാറ്റാൻ പോകുന്നുണ്ടെങ്കിൽ മാറ്റിയാനായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ 24-ാം തീയതി പടം ഇറക്കുമ്പോൾ ടെർബോ മുട്ടിക്കുമ്പോൾ? അല്ല, പേടിയില്ല. നമ്മളല്ലേ സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറൊരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ മമ്മൂക്കയെ പോലെ സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു സിനിമ വന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും പ്രേക്ഷകർ എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ മറ്റു നടന്മാരൊക്കെ നോക്കുമ്പോൾ അസിഫിക്ക് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ തൊട്ടിട്ട് ഇപ്പോൾ തലവൻ വരെയും യങ് ആണല്ലോ. അത് ഒരു ചോയ്സ് ആണോ? അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക, അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ടോ എപ്പോഴും? ഇല്ല, എൻ്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ്ങായിട്ട് ഇരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തത്. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല, പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണിബി, കിളിപോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. ഇപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടുവരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പോൾ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റൊക്കെയുടെ ആ ഒരു പോസ്റ്റർ ഭയങ്കര വൈറലായിരുന്നു. മലയാളത്തിൽ അങ്ങനെ സിക്സ് പാക്ക് ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പോൾ ഡെൻവർ എപ്പോഴോട്ട് ഓണായിരിക്കും, ടിക്കറ്റൊക്കെ എപ്പോഴോട്ട് ഓണാവും? ഇപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 months ആണ്. ആ ഷൂട്ടിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണോ അപ്പം അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിലിരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ പൂർത്തിയാക്കുന്ന ബിജു മേനോൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിജു ചേട്ടൻ, അദ്ദേഹത്തിന്റെ ആ ഒരു 30 വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ്. ചെറിയ കേക്ക് കുറിച്ചുകൊണ്ട് നമ്മളത് ആഘോഷമാക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും 30 വർഷങ്ങളോ അതിലപ്പുറമോ ഒക്കെ മലയാള സിനിമയിൽ സ്ഥാനമുണ്ട്. ബിജു ചേട്ടനെ എല്ലാ ആദരവോടും സ്നേഹത്തോടും കൂടി ആ ഒരു കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അടുത്ത് ക്യാമറ